എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത് +1 മലയാളത്തിലെ ഫസ്റ്റ് ചാപ്റ്ററിലെ സെക്കൻഡ് യൂണിറ്റായ KR മീരയുടെ ഓർമ്മയുടെ ഞരമ്പെന്ന കഥാഭാഗമാണ്. ഇത് അവർ തയ്യാറാക്കിയിരിക്കുന്നത് വുമൺ എംപവർമെൻറ്റ്, അതായത് സ്ത്രീ ശാക്തീകരണത്തിനെ കുറിച്ചുള്ളൊരു KR മീരയുടെ ഒരു പുസ്തകമാണ് ഓർമ്മയുടെ ഞരമ്പ് എന്ന് പറയുന്നത്. അതൊരു കഥാഭാഗമാണ്. അപ്പോൾ നമുക്ക് ഇന്ന് ഈ ഭാഗം നോക്കാം. ഓർമ്മയുടെ ഞരമ്പ് എന്ന KR മീരയുടെ ഈ ഒരു പാഠഭാഗം നോക്കാം. അപ്പോൾ ഞാൻ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞു, 10ാം ക്ലാസ് പോലെ അല്ലെങ്കിൽ അതിന് താഴേക്കുള്ള ക്ലാസ് പോലെ മലയാളത്തിന് അധികം നോട്ട്സ് ഒന്നും തരില്ല. സ്കൂളിലാണെങ്കിലും മറ്റുള്ള ഓൺലൈൻ മീഡിയാസ് ക്ലാസ്സിലൊക്കെ ആണെങ്കിലും തരില്ല. നമുക്കൊരു സമ്മറി മാത്രം തരും. അത് വെച്ച് നമ്മുടെ എക്സാമിനെ അത് വികസിപ്പിച്ച് എഴുതണം എന്നാണ് ഉള്ളത്. അപ്പം നമുക്ക് ഇത് കഴിഞ്ഞ് ഇതിൻ്റെ ഒരു ചെറിയൊരു സമ്മറി നോക്കിയിട്ട് ഈ ക്ലാസ് അവസാനിപ്പിക്കാം. അപ്പം ഓർമ്മയുടെ ഞരമ്പ് KR മീര. തുരുമ്പ് പിടിച്ച വിജാഗിരികൾ ഇളകുന്നത് പോലെയായിരുന്നു അവരുടെ ശബ്ദം. ചുക്കിച്ചുളിഞ്ഞ കഴുത്തിൽ വയലറ്റ് നിറമുള്ള ഒരു ഞരമ്പ് വെല്ലുവിളി പോലെ എഴുന്നു നിന്നു. കണ്ണട അല്പം ഒന്ന് നേരെയാക്കി പ്രത്യേകിച്ച് മുഖവരോ ഒന്നുമില്ലാതെ വൃദ്ധ ചോദിച്ചു, കുട്ടി എഴുതുമോ? പെൺകുട്ടി ഒന്നും മിണ്ടിയില്ല. അവൾ വെറുതെ അവരെ നോക്കുക മാത്രം ചെയ്തു. ഇടയ്ക്ക് യാദൃച്ഛികമായ നോട്ടം വൃദ്ധയുടെ തലയിൽ വീണു. തലയോട്ടി പാതിയും പുറത്ത് കാണാം. എങ്കിലും അങ്ങിങ്ങ് ചില കറുത്ത മുടിനാരുകൾ ഇപ്പോഴും ബാക്കിയുണ്ട്. വള്ളത്തോൾ വന്നൊരു സമ്മേളനമുണ്ടായിരുന്നു സ്വാതന്ത്ര്യം കിട്ടണതിന് മുമ്പ്. വൃദ്ധ പറഞ്ഞു. സ്വാതന്ത്ര്യം എന്ന വാക്ക് ഉച്ചരിച്ചപ്പോൾ അവരുടെ വെപ്പ് വലിച്ച് ദയനീയതയോടെ പുറത്തേക്ക് ഉന്തി വന്നു. അസ്വസ്ഥത മറയ്ക്കാൻ എന്നതുപോലെ അവൾ തൻ്റെ ചുരിദാറിൻ്റെ ഇളം നീല ഷോളിൻ്റെ തൊങ്ങലുകൾ വിരലുകളിൽ ചുറ്റി മുറുക്കുകയും അഴിക്കുകയും ചെയ്തു. അന്നൊക്കെ സ്വാതന്ത്ര്യം എന്ന് വെച്ചാൽ എന്താ? എല്ലാവർക്കും ഭ്രാന്തല്ലേ? നൈലോണും നൈലക്സും ഒക്കെ എല്ലാവരും കത്തിച്ചു കളഞ്ഞു. ഗദറ ഉടുക്കൂ. എനിക്ക് കറുത്ത കരിയുള്ള ഒരു സാരി ഉണ്ടായിരുന്നു. അന്ന് സാരി ഉടുക്കണത് പോലും വലിയ ഫാഷനല്ലേ? പെൺകുട്ടി മുറിയിലെ പുസ്തക ഷെൽഫിലേക്ക് നോട്ടം മാറ്റി. ഷെൽഫിൻ്റെ മുകൾ തട്ടിൽ പഴയ ചില ഫോട്ടോകൾ ഫ്രെയിം ചെയ്തു വെച്ചിരിക്കുന്നു. ആരോ ആരെയോ മാലയിട്ടു സ്വീകരിക്കുന്ന ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം കൂട്ടത്തിൽ മേധാവിത്വ ഭാവത്തോടെ തലയെടുത്തു നിന്നു. ബാക്കിയൊക്കെ പാറ്റ കരണ്ടതും വെള്ളം ഒലിച്ച കറ വീണതുമായ കുടുംബ ഫോട്ടോകളാണെന്ന് തോന്നി. രണ്ടാമത്തെയും മൂന്നാമത്തെയും തട്ടുകളിൽ കുറേ നോട്ട് ബുക്കുകൾ മാത്രം. പെൺകുട്ടി ഓർക്കാതെ വീണ്ടും വൃദ്ധയെ നോക്കി. വല്യമ്മാമ്മ പറഞ്ഞിട്ട് ഞാനൊരു കവിത എഴുതി. സമ്മേളനത്തിൽ വായിച്ചു. അല്പരാമങ്ങളുടെ തുച്ഛവാടികളിലും കൽപ്പനാശൂന്യങ്ങൾ തൻ സൗരഭ്യം. സൗരഭ്യം എന്ന പദം ഉച്ചരിച്ചപ്പോഴും വൃദ്ധയുടെ പല്ലുസ്വിച്ചുകൾ പുറത്തേക്ക് ഉന്തി. കവിത ഈണത്തിൽ പാടാനുള്ള ശ്രമത്തിൽ അവരുടെ ഇടറിയ ഒച്ച വല്ലാതെ നേർത്തു തൊണ്ടയിലാരോ പിടിച്ച് മുറുക്കിയതുപോലെ ഒരു ഞരക്കമായി തീർന്നു. മഹാകവി വൃദ്ധ വള്ളത്തോളഞ്ഞ മുന്നിൽ കാണുന്നത് പോലെ ഭയഭക്തി ബഹുമാനങ്ങളോടെ കരംകൂപ്പി. അദ്ദേഹം എന്നെ അടുത്ത് വിളിച്ച് 2 കൈയും ഈ തലയിൽ വെച്ച് അനുഗ്രഹിച്ചു. സരസ്വതി, സാക്ഷാൽ സരസ്വതി തന്നെ. വൃദ്ധ വള്ളത്തോളിൻ്റെ കരങ്ങൾ പതിഞ്ഞ സ്വന്തം തലയിൽ അരുമയായി തഴുകി. നരച്ച മുടികൾക്ക് താഴെ വേറെയും കറുത്ത മുടിയിഴകൾ ഒളിച്ചിരിപ്പുണ്ടെന്ന് പെൺകുട്ടി ഈർഷ്യയോടെ കണ്ടെത്തി. എപ്പോഴോ കത്തിത്തീർന്ന ഒരു ചന്ദനത്തിരിയുടെ ഗന്ധമുണ്ടായിരുന്നു മുറിയിൽ. ജനാലയിലൂടെ ഒരു ചുടുകാറ്റ് ഭ്രാന്തെടുത്ത് കടന്നു വന്ന് മുറിയിൽ കോലാഹലമുയർത്തി. മങ്ങിയ വിരിയിട്ട മേശമേൽ ഇരുന്ന ചെറിയ സ്റ്റീൽ ഫ്ലാസ്ക് ചെറുതായി വിറച്ചു. അരികിലിരുന്ന ഔൺസ് ഗ്ലാസ് മറിഞ്ഞു വീണുരുണ്ടും. അപ്പോൾ ഏതോ ഒരു ഔഷധത്തിൻ്റെയും ഗന്ധമുയർന്നു. ഇതൊക്കെയാണെങ്കിലും പലതരം ഗന്ധങ്ങൾ നിറഞ്ഞ ഈ മുറി അവൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഈ വീട്ടിലെ ഏറ്റവും വായുസഞ്ചാരമുള്ള മുറി ഇതാണെന്ന് പെൺകുട്ടി വിചാരിച്ചു. അന്ന് എനിക്ക് വെറും 9 വയസ്സ്, വൃദ്ധ പറയുകയായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ പെൺകുട്ടികളുടെ മാതിരിയല്ല. കണ്ടാൽ 10-16 വയസ്സിൻ്റെ വളർച്ചയുണ്ട്. അന്ന് ആ സമ്മേളനത്തിൽ വെച്ച് എന്നെ കണ്ടിട്ടാണ് ഇവിടുത്തെ ആൾ പറഞ്ഞു വന്നത് പെട്ടെന്ന് അവർ അവസാനിപ്പിച്ചു. പിന്നെ നേരിയതിൻ്റെ തുമ്പിൽ നിന്ന് എഴുന്നു നിന്ന ഒരു വെള്ളനൂൽ ശ്രദ്ധാപൂർവ്വം പൊട്ടിച്ചു കളഞ്ഞു. നേരത്തെ ചുവന്ന കരയൻ മുണ്ടും നേരിയതുമാണ് അവർ ധരിച്ചിരുന്നത്. വെള്ള ബ്ലൗസ് പഴക്കം കൊണ്ടാകാം അങ്ങിങ്ങ് പൊടിഞ്ഞിരുന്നു. വൃദ്ധ അസ്വസ്ഥയായിട്ടെന്ന പോലെ എഴുന്നേറ്റും. അവർ പ്രാഞ്ചി മുറിയുടെ മൂലയിലുള്ള ഷെൽഫിനടുത്തേക്കാണ് നീങ്ങിയത്. ഷെൽഫിനരികിലെ കസേരയിലിരുന്ന് വൃദ്ധ ബുക്കുകൾ ഓരോന്നും എടുത്ത് ശ്രദ്ധാപൂർവ്വം മറിച്ചു നോക്കി. ആ കസേര അവിടെ സ്ഥിരമായി ഇട്ടിരിക്കുകയാണെന്നും അവർ അവിടെ സ്ഥിരമായി ഇരുന്ന് പുസ്തകങ്ങൾ എടുക്കാറുണ്ടെന്നും പെൺകുട്ടിക്ക് തോന്നി. ഇതല്ല, ചുവന്ന ചട്ടയുള്ള ബുക്കാ. ഒരു ബുക്കെടുത്ത് നിവർത്തിയിട്ട് വൃദ്ധ ആവേശത്തോടെ പറഞ്ഞു. പെൺകുട്ടി ഒന്ന് ഞെട്ടി. വൃദ്ധ പിന്നെയും പുസ്തകം ഇളക്കിയപ്പോൾ പറന്നു പൊങ്ങിയ പൊടിയടിച്ച് പെൺകുട്ടിക്ക് തുമ്മൽ വന്നു. വൃദ്ധ തീരെ സഹതാപമില്ലാതെയാണ് അപ്പോൾ അവളെ നോക്കിയത്. എനിക്കും ഉണ്ടായിരുന്നു ഇടയ്ക്ക്. അവർ മറ്റൊരു ബുക്കെടുത്ത് നിവർത്തു. അതല്ലേ ആ ബുക്ക് നഷ്ടപ്പെട്ടത്? തുമ്മൽ കാരണം പഴയ പത്രക്കടലാസും കുട്ടികളുടെ പുസ്തകമൊക്കെ അടുക്കി വെക്കാൻ മടിയായി. അതിൻ്റെ ഇടയിൽ ഈ ബുക്ക് എവിടെയോ എങ്ങനെയോ. ഇവിടെയുള്ള ആളിന് പഴയ കടലാസ് കാണുന്നതേ അരിശമായിരുന്നു. എല്ലാം അടുക്കി വെക്കണം. മുറിയിൽ ഒരിടത്തും പൊടിയും കടലാസും ഒന്നും കാണരുത്. എപ്പോഴും അടിച്ചു വാരിയിടണം. അവരുടെ നിശ്വാസം നിന്നു വിറച്ചു. വയസ്സുകാലത്ത് ഇങ്ങനെ ഒരു ആവശ്യം ഉണ്ടാവുന്ന ആര് കണ്ടു? അത് പെൺകുട്ടിയുടെ ഹൃദയത്തിൽ തന്നെ കൊണ്ടു. ശരിയാണ്, ആര് കാണുന്നു?
ആ ബുക്കും മടക്കി വെച്ച് അടുത്തത് എടുത്തു. ആദ്യത്തെ കഥ എഴുതണ സമയത്ത് ഇവിടെയുള്ള ആൾ ജയിലിലാണ്. കഥ എന്ന പദം ഉച്ചരിച്ചപ്പോഴും വൃദ്ധയുടെ വയ്പ്പുപല്ല് സച്ചികൾ ബീഭത്സമായി ഇളകി. പെൺകുട്ടി അസഹ്യതയോടെ എഴുന്നേറ്റ് ജനാലയ്ക്കരികിലേക്ക് ചെന്നു. വീണ്ടും വീശിയടിച്ച കാറ്റിൽ മുഖത്തേക്ക് പാറ വീണ മുടിയിഴകൾ ഒതുക്കാൻ അവൾ ശ്രമിച്ചു. അപ്പോൾ രാവിലെ സീമന്തരേഖയിലിട്ട സിന്ദൂരം വിയർപ്പിൽ കുതിർന്ന് വിരലിലൊട്ടി. ഒരു തുള്ളി രക്തം പോലെ അത് വിരൽ തുമ്പിൽ ഒരു നിമിഷം തങ്ങി. പിന്നെ മെല്ലെ താഴേക്ക് വീണു മരിച്ചു. വൃദ്ധ അടുത്ത ബുക്കെടുത്ത് നിവർത്തുകയായിരുന്നു. രാമൻകുട്ടിയുടെ പഴയ നോട്ട്ബുക്ക്. ഇവിടുത്തെ അമ്മ കാണാതെ രാത്രിയിൽ ഇതാ ഈ മുറിയുടെ മൂലയിൽ വിളക്ക് കത്തിച്ച് വെച്ചിരുന്ന് എഴുതിയ കഥ. ഇവിടുത്തെ അമ്മയ്ക്ക് എഴുതണമെന്നും വായിക്കണമെന്നും കണ്ടാൽ കലി ഇളകും. അതുകൊണ്ട് തറവാട്ടിലേക്ക് എന്താ പ്രയോജനം എന്നും അമ്മ ചോദിക്കും. അവർ ബുക്കിലെ പേജുകൾ സാവകാശം മറിച്ചു. സമ്മേളനത്തിൽ കവിത വായിച്ച പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞതിന് ഇവിടെ വലിയ പുകലായിരുന്നു അത്രേ. ശരിയല്ലേ, എന്തിനാ പാട്ടും കഥയും? അമ്മ പറയണത് പോലെ പെണ്ണായാൽ ചോറും കറിയും വെക്കണം പെറണം. അവർ പേജുകൾ പതുക്കെ മറിച്ചു. രാമൻകുട്ടിക്ക് പേരിട്ടത് ഇവിടുത്തെ ആളാ. അവൻ രാമനെ പോലെ വളരട്ടെ എന്ന് പറഞ്ഞു. അന്ന് രവീന്ദ്രനാഥ് എന്ന പേരായിരുന്നു എനിക്കിഷ്ടം. പിന്നെ ഞാനോർത്തു ഇവിടുത്തെ ആളുടെ ഇഷ്ടം പോലെ ആവട്ടെ, എന്തിനാ വെറുതെ ഒരു കലശൽ. രവീന്ദ്രനാഥ് എന്ന് വിളിച്ചാലും രാമൻകുട്ടി എന്ന് വിളിച്ചാലും മോൻ എൻ്റെ മോനല്ലേ. അതുകൊണ്ട് ശ്രീകുട്ടിക്ക് ഞാൻ പേരൊന്നും വിചാരിച്ചില്ല. ശ്രീകുമാരി എന്ന് അദ്ദേഹം പേരിട്ടത്. രാമൻകുട്ടിയോട് ഞാൻ പറഞ്ഞിരുന്നു, നിനക്ക് കുട്ടികളുണ്ടാകുമ്പോൾ ആണെങ്കിൽ രവീന്ദ്രനാഥ് എന്നിടണം, പെണ്ണെങ്കിൽ മൃണാളിനി എന്നിടണം. പെണ്ണെങ്കിൽ മൃണാളിനിന്ന്. ടാഗോറിൻ്റെ പേരല്ലേ രവീന്ദ്രനാഥ്. ടാഗോറിൻ്റെ ഭാര്യയുടെ പേരാണ് മൃണാളിനി. മൃണാളിനി എന്ന പേര് ഉച്ചരിക്കാൻ നേരമായപ്പോൾ പെൺകുട്ടി വേഗം പുറത്തേക്ക് നോക്കി. എങ്കിലും പെൺകുട്ടിക്ക് വൃദ്ധയോട് ഒരടുപ്പം തോന്നി തുടങ്ങിയിരുന്നു. ആദ്യത്തെ കഥ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ജയിലിൽ പോകുന്ന സ്ത്രീയെക്കുറിച്ചായിരുന്നു. അപ്പം ഇതിൽ 3 കഥകളെ പറ്റി പറയുന്നുണ്ട്. വൃദ്ധ എഴുതിയ 3 കഥ. അതിൽ ആദ്യത്തെ കഥയാണിത്, സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ജയിലിൽ പോകുന്ന സ്ത്രീയെക്കുറിച്ച്. ആ 3 കഥകൾ ഏതൊക്കെയാണെന്ന് എക്സാമിന് 1 വേർഡ് ആയിട്ടും പ്രത്യേകമായിട്ടും എടുത്ത് ചോദിക്കാനുണ്ട്. അപ്പോൾ 3 കഥ ഏതാണെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ആദ്യത്തെ കഥ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ജയിലിൽ പോകുന്ന സ്ത്രീയെക്കുറിച്ചായിരുന്നു. സ്വാതന്ത്ര്യം എന്ന പദം വന്നപ്പോൾ പെൺകുട്ടി ചുണ്ടുകൾ പൂട്ടി രഹസ്യമായി സ്വന്തം പല്ലുകൾ നാവുകൊണ്ട് തടവി. എങ്ങാനും ഇളകുന്നുണ്ടോ? വൃദ്ധ മറ്റൊരു നോട്ട് ബുക്ക് എടുത്ത് നിവർത്തി. അത് ഇവിടെയുള്ള ആളെ വായിച്ചു കേൾപ്പിക്കാൻ വേണ്ടി സൂക്ഷിച്ചു വെച്ചു. പക്ഷേ ജയിലിൽ നിന്ന് വന്ന് കുറേ ദിവസം കഴിഞ്ഞ് ഞാൻ ഒരു കഥ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ പെൺകുട്ടി ആകാംക്ഷയോടെ നോക്കി. വൃദ്ധയുടെ മുഖം മങ്ങിയിരുന്നു. പെട്ടെന്ന് അവർ ആ ബുക്ക് തിരികെ വെച്ച് മറ്റൊന്നെടുത്തു. ഇതുപോലെയുള്ള ഒരു ബുക്കായിരുന്നു. ഇങ്ങനെ തന്നെ നീല വരെയുള്ള ബുക്ക്. അതിന് മുകളിൽ ഞാൻ ഓം എന്ന് എഴുതിയിട്ടാണ് എഴുതി തുടങ്ങിയത്. രണ്ടാമത്തെ കഥയ്ക്ക് മേലെ ശ്രീരാമജയം എന്നെഴുതി. രണ്ടാമത്തെ കഥ എഴുതുമ്പോൾ ഇവിടുത്തെ ഡൽഹിയിൽ MP ആയിട്ട്. അവർ ബുക്ക് മടക്കി ഷെൽഫിൽ വെച്ചു. ഡൽഹി കാണാൻ വല്ലാത്ത കൊതിയായിരുന്നു എനിക്ക്. പക്ഷേ എന്നെ കൊണ്ടുപോയില്ല. പിന്നെയാവും എന്ന് പറഞ്ഞ് കാലം പോയി. ഒരു വലിയ ഒഴിവിന് കുട്ടിയോളെയും അമ്മയും കൊണ്ട് ഡൽഹി കാണിക്കാൻ പോയി. ഞാനും കൂടി പോയാൽ പശുക്കൾ ആര് നോക്കും? അച്ഛൻ്റെ അസ്ഥിത്തറയിൽ ആര് തിരികൊളുത്തും എന്നൊക്കെ ചോദിച്ചു. ഇവിടുത്തെ അമ്മ ഏതായാലും എൻ്റെ പോക്ക് നടന്നില്ല. വൃദ്ധ അപകടം പിടിച്ച രഹസ്യം പറയുന്നത് പോലെ പെൺകുട്ടിക്ക് നേരെ അല്പമൊന്ന് ആഞ്ഞിരുന്നു. അന്ന് എഴുതിയതാണ് രണ്ടാമത്തെ കഥ. ഇപ്പോൾ പെൺകുട്ടിക്ക് വൃദ്ധയോട് കൂടുതൽ താല്പര്യം തോന്നി. എന്തായിരുന്നു അത്? പെൺകുട്ടി ചോദിച്ചു. ഒരു സാഹിത്യകാരി. അവൾ കഥ എഴുതി ആണുങ്ങളുടെ കള്ളപ്പേരിൽ പത്രവാസികൾക്ക് അയച്ചു കൊടുക്കുന്നു. ഒടുവിൽ അവളുടെ ഒരു കഥയ്ക്ക് സമ്മാനം കിട്ടിയപ്പോൾ ആളുകൾ അന്വേഷിച്ച് പിടിച്ച് അവളുടെ വീട്ടിലെത്തുന്നു. വിവരമറിഞ്ഞപ്പോൾ അവളുടെ ഭർത്താവ് പറഞ്ഞു, അത് ഞാൻ എഴുതിയത് തന്നെ. വൃദ്ധ കൃത്രിമമായ കൊച്ചരിപ്പല്ലുകൾ കാട്ടിച്ചിരിച്ചു. ഓരോരോ മോഹങ്ങൾ. അവർ ബുക്ക് തിരിച്ചു വെച്ച് മറ്റൊന്നെടുത്തപ്പോൾ പെൺകുട്ടിക്ക് ബാക്കി കഥ അറിയാൻ താല്പര്യം തോന്നി. അവൾ ജനാലയഴികളിൽ ചാരി വൃദ്ധയ്ക്ക് നേരെ തിരിഞ്ഞു നിന്നു. മൂന്നാമത്തെ കഥ, അവൾ ചോദിച്ചു. വൃദ്ധ മറ്റൊരു നോട്ട്ബുക്ക് എടുക്കാൻ തുടങ്ങുകയായിരുന്നു. അപ്പോൾ പത്മാഷി പാത്രങ്ങളുമായി വാതിൽ കടന്നു വന്നു. വല്യമ്മേ, തുടങ്ങിയ പരീക്ഷയ്ക്ക് പഠിക്കാൻ? പത്മാഷി പരിഹാസം കലർന്ന സ്വരത്തിൽ ഒച്ച വെച്ചു. എത്ര നാളായിട്ട് പഠിക്കുന്നതാ? ഇതെന്നാ ഒന്ന് തീരുന്നത്? അവർ പെൺകുട്ടിയെ നോക്കി ഒരു ചെറിയ കുട്ടിയോടെന്നതുപോലെ കണ്ണുകൾ അടിച്ചു കാട്ടിയിട്ട് പാത്രങ്ങൾ മേശപ്പുറത്ത് നിരത്തി വെച്ചു. ഒരു ചെറിയ ചരുവത്തിൽ കഞ്ഞി, അതൊഴിച്ച് കുടിക്കാൻ വക്കുകൾ ഉരുണ്ട പരന്ന സ്റ്റീൽ പാത്രം, ഒരു ചെറിയ പാത്രത്തിൽ 2 പപ്പടം. വല്യമ്മ ഒന്നും കഴിക്കണ്ടായോ? കഞ്ഞിയും കുടിച്ചിട്ട് ഉച്ചക്കലത്തെ മരുന്നും കഴിച്ചിട്ട് കയറിയൊന്ന് കിടന്നുറങ്ങിക്ക്, എണീച്ചിട്ട് ദേഹം തുടച്ചു തരാം. ഒച്ച എടുക്കാതെ പെണ്ണെ, വൃദ്ധ സൗമ്യതയോടെ ശാസിച്ചു. എനിക്ക് കേൾക്കാം. എനിക്കിരിക്കട്ടെ കുറ്റം. പത്മാഷിയുടെ മുഖത്ത് തടിച്ച പേശികൾ നിന്ദയോട് ചലിച്ചു. അവർ പെൺകുട്ടിയുടെ നേരെ തിരിഞ്ഞു. മോളെന്താ കല്യാണത്തിന് പോകാഞ്ഞത്? അവർ കുറ്റപ്പെടുത്തും പോലെ ചോദിച്ചു. ശ്രീമൻ കുറേ നിർബന്ധിച്ചതല്ലയോ? പുതുപ്പെണ്ണിനെ കാണാൻ എല്ലാവർക്കും ആശ കാണത്തില്ലയോ? പെൺകുട്ടി ഒന്നും പറഞ്ഞില്ല. വെറുതെ ചിരിച്ചു. പെൺകുട്ടിക്ക് ബാക്കി കഥ അറിയാൻ താല്പര്യം തോന്നി. വൃദ്ധ പക്ഷെ നിശബ്ദയായിരുന്നു. പത്മാഷി പകർന്നു വെച്ച കഞ്ഞി അവർ കഴിച്ചു. ഈ പത്മാഷി എന്ന് പറയുന്നത് ആ വീട്ടിലെ വേലക്കാരിയാണ്. പിന്നെ വാഷ് ബേസിനരികിലേക്ക് നടന്നു. പല്ലു സ്വച്ച് ഊരിക്കഴുകി വാഷ് ബേസിന് അരികിൽ വെച്ച കുപ്പി ഗ്ലാസ്സിലെ വെള്ളത്തിലിട്ട് സ്റ്റാൻഡിലിട്ട ടവലിൽ കയ്യും മുഖവും തുടച്ചിട്ട് അവർ മെല്ലെ നടന്നു വന്നു. പത്മാക്ഷി
മേശമേലിരുന്ന കുപ്പിയിൽ നിന്ന് ഒരു ഗുളികയും ഗ്ലാസ്സിൽ വെള്ളവും പകർന്നെടുത്തു. നീട്ടിയത് അവർ വാങ്ങി. ചുളിഞ്ഞ തൊണ്ടയിലൂടെ ഗുളികയും വെള്ളവും പ്രയാസപ്പെട്ട് ഇറങ്ങുന്നത് പെൺകുട്ടിക്ക് കാണാമായിരുന്നു. ഗുളിക വയലറ്റ് നിറമുള്ള ആ വലിയ ഞരമ്പിനോട് തെല്ലുനേരം മേൽപ്പെടുത്തം നടത്തി. പിന്നെ മെല്ലെ അപ്രതീക്ഷിതമായി. അപ്പോൾ വൃദ്ധ മെല്ലെ കട്ടിലേക്ക് ചെരിഞ്ഞു. കഥയുടെ ബാക്കി അറിയാൻ പെൺകുട്ടിക്ക് ആകാംക്ഷ വർദ്ധിക്കുകയായി. പുള്ളിക്കാരിയുടെ പഴയൊരു ബുക്ക് ഉണ്ടായിരുന്നു. ഓർമ്മ പോയ പിന്നെ അത് തപ്പി നടക്കുക, പത്മാക്ഷി രഹസ്യമായി പറഞ്ഞു. മച്ചിൻ്റെ മുകളിലും നിലവറയിലും ഒക്കെ കയറി തപ്പും. ഒടുവിൽ സഹികെട്ടി ഇവിടെ രാധേച്ചി, ശ്രീമോജി, മീമോളുടെയും പഴയ കുറേ ബുക്കെടുത്ത് വെച്ച് കൊടുത്തു. അതുകൊണ്ട് ആശ്വാസമായി. അത് ഓരോന്നും എടുത്ത് മറച്ചു നോക്കി ഇരുന്നോളും. പെൺകുട്ടി ഒന്ന് നെടുവീർപ്പിട്ട് പോയി. മോള് പോരെ, ഇനിയിപ്പം വല്യമ്മ ഉറങ്ങിക്കോളും. വൈകിട്ട് 5 വരെ കിടപ്പ. അവർ പാത്രങ്ങളെടുത്ത് അടുക്കി പുറത്തേക്ക് പോയപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ പെൺകുട്ടി നിന്നു. മൂന്നാമത്തെ കഥ പെൺകുട്ടി സ്വയം അറിയാതെ വീണ്ടും ചോദിച്ചു. വൃദ്ധ അടഞ്ഞു തൂങ്ങിയ കണ്ണുകൾ വലിച്ചു തുറന്ന് മുറിയിൽ അവളുടെ സ്ഥാനം പ്രയാസപ്പെട്ട് നിർണയിച്ചു. പിന്നെ ഒരു ക്രൂരമായ ചിരിയോടെ പറഞ്ഞു, ദുർമരണം. പെൺകുട്ടിക്ക് മനസ്സിലായില്ല. കുരുക്കിടുമ്പോൾ കഴുത്തിൽ ഈ ഞരമ്പിൽ വീഴണം. അവർ കഴുത്തിൽ വയലറ്റ് ഞരമ്പിൽ തൊട്ടു. അതാരറിഞ്ഞു? പെൺകുട്ടിക്ക് ഭയം പോലൊരു വികാരം കൊണ്ട് ശരീരം കോരിത്തെരിച്ചു. ഞരമ്പ് തെറ്റരുത്, അവർ കണ്ണുകളടിച്ച് ഓർമ്മിപ്പിച്ചു. തെറ്റിയാൽ ഓർമ്മ പോവും. വൃദ്ധ പിന്നെ ഒന്നും പറഞ്ഞില്ല. രാത്രി ഏറെ വൈകി. ശ്രീജിത്ത് തിരിച്ചെത്തുമ്പോൾ പെൺകുട്ടി കണ്ണാടിക്ക് മുന്നിൽ കഴുത്ത് നീട്ടി നിന്ന് എന്തോ പരിശോധിക്കുകയായിരുന്നു. എന്താ നോക്കുന്നത്? അർഹിക്കുന്ന ആദരം കിട്ടാത്ത യജമാൻ്റെ ഈർഷ്യയോട് അയാൾ ചോദിച്ചു. ഒരു ഞരമ്പ്, അവൾ വേവലാതിയോട് പറഞ്ഞു. ഓർമ്മയുടെ ഞരമ്പ്. അപ്പോൾ ഇതാണ് ഓർമ്മയുടെ ഞരമ്പ് എന്ന് പറയുന്ന കെ.ആർ. മീരയുടെ ചെറുകഥ. എളുപ്പമാണ്, ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കണം. ഇനി നമുക്കിതിൻ്റെ ആശയം നോക്കാം. ഓർമ്മയുടെ ഞരമ്പ്, കെ.ആർ. മീര. മലയാള ചെറുകഥാ രംഗത്തെ ശക്തമായൊരു സ്ത്രീ സാന്നിധ്യമാണ് കെ.ആർ. മീരയുടേത്. പെണ്ണിൻ്റെ എഴുത്ത് ജീവിതത്തെ ഒരു പോരാട്ടമായി കാണുന്ന എഴുത്തുകാരിയാണ് കെ.ആർ. മീര. ഓർമ്മയുടെ ഞരമ്പ് എന്ന കഥയിലെ മുഖ്യ കഥാപാത്രം ഒരു വൃദ്ധയാണ്. തൻ്റെ ജീവിതത്തിലെ സ്വാതന്ത്ര്യവും സൗന്ദര്യവും കഥയെഴുത്ത് ആണെന്ന് അവർ ഉറച്ചു വിശ്വസിക്കുന്നു. കൂട്ടുകുടുംബത്തിൻ്റെ അന്തരീക്ഷത്തിൽ അതിൻ്റെ നിയന്ത്രണങ്ങൾക്കെല്ലാം വഴങ്ങി ജീവിച്ചപ്പോഴും രഹസ്യമായി കഥ എഴുതിക്കൊണ്ട് അവർ സ്വാതന്ത്ര്യത്തിനായി കുതിർന്നു. സ്വാതന്ത്ര്യം എന്ന ആശയം ഈ കഥയിൽ പല തലങ്ങളിൽ കടന്നു വരുന്നു. വ്യക്തി, കുടുംബിനി, എഴുത്തുകാരി എന്നീ നിലകളിലൊക്കെയും വൃദ്ധയ്ക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നില്ല. സ്വാതന്ത്ര്യ സമര സേനാനിയുടെ എം.പിയുടെ ഭാര്യയായിട്ടും അവരുടെ സ്വാതന്ത്ര്യം വീടിനകത്തേക്ക് ചുരുങ്ങുന്നു. സ്വന്തം മക്കൾക്ക് പേരിടാനുള്ള സ്വാതന്ത്ര്യം പോലും അവർക്ക് ലഭിക്കുന്നില്ല. അവളുടെ ആഗ്രഹങ്ങളെല്ലാം പിന്നെയാവാം എന്ന് മാറ്റിവെക്കേണ്ടി വരുന്നു. പെണ്ണ് എഴുതിയിട്ട് കുടുംബത്തിന് എന്ത് പ്രയോജനം എന്ന് ചോദിക്കുന്ന അമ്മായിയമ്മ മരുമകളുടെ എഴുത്ത് മോഹം മുളയിലെ നുള്ളി. കവിത എഴുതുന്ന പെണ്ണിയെ ഇഷ്ടപ്പെട്ട് വിവാഹം കഴിച്ചിട്ടും ഭർത്താവ് തുടർന്ന് എഴുതാൻ അവളെ സമ്മതിച്ചില്ല. വൃദ്ധ എഴുതിയ 3 കഥകളെക്കുറിച്ച് ഈ കഥയിൽ പരാമർശിക്കുന്നുണ്ട്. സ്വാതന്ത്ര്യ സമരത്തിന് പങ്കെടുക്കാൻ ആഗ്രഹിച്ചിട്ടും അത് നടക്കാതെ പോയ സ്ത്രീയെക്കുറിച്ചാണ് ഒന്നാമത്തെ കഥ. രണ്ടാമത്തെ കഥ ആണുങ്ങളുടെ പേരിൽ കഥ എഴുതുന്ന പെണ്ണിനെക്കുറിച്ചാണ്. അതിന് സമ്മാനം കിട്ടിയപ്പോൾ താനാണ് അത് എഴുതിയതെന്ന് ഭർത്താവ് അവകാശപ്പെടുന്നു. മൂന്നാമത്തെ കഥയുടെ പേരെന്നോ ഉള്ളടക്കമെന്നോ പറയത്തക്ക വിധം വൃദ്ധ പറയുന്നത് ദുർമരണം എന്നാണ്. അത് അവരുടെ ജീവിതത്തിൻ്റെ ആകെ അർത്ഥമായി മാറുന്നു. മുഖ്യ കഥാപാത്രമായ വൃദ്ധയുടെ ഓർമ്മകളിലൂടെയാണ് ഈ കഥ മുന്നോട്ട് പോകുന്നത്. എല്ലാ തലമുറയിലെയും പെണ്ണ് സമാനമായ ജീവിത അനുഭവങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ആണധികാരം പെൺജീവിതത്തിന് മുന്നിൽ ഉയർത്തുന്ന വെല്ലുവിളികളുടെ ബോധ്യത്തോടെ നീലക്കണ്ണാടിക്ക് മുന്നിൽ നിന്ന് തന്നെ തിരിയുന്നതോടെ പെൺകുട്ടി കഥ അവസാനിപ്പിക്കുന്നു. അതായത് സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിന് മുന്നിൽ പുരുഷാധികാരം, അതായത് പെണ്ണായാൽ കഞ്ഞിയും കറിയും വെക്കണം, പെറണം എന്ന് പറയുന്ന ഒരു ഇത്. സ്ത്രീകളുടെ സ്വാതന്ത്ര്യം അടുക്കളയിൽ ഒതുങ്ങുന്നു. അതിനെ പറ്റിയാണ് ഈ കവിതയിൽ പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ കവിതയുടെ ആശയം. നിങ്ങൾക്കിത് സ്ക്രീൻഷോട്ട് എടുക്കുകയോ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് ഈ നോട്ട് എഴുതിയെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് പ്രത്യേകിച്ച് ഒരു നോട്ടൊന്നും പറയുന്നില്ല. അപ്പോൾ ഇത്രയും അർത്ഥങ്ങളും ഈ ആശയങ്ങളും ഒക്കെ വെച്ച് വേണം നിങ്ങൾ മലയാളം എക്സാമിന് ഇതിനെപ്പറ്റി ചോദിക്കുമ്പം, നമ്മുടെ ഓർമ്മയുടെ ഞരമ്പിനെ പറ്റി ചോദിക്കുമ്പോൾ എഴുതാൻ. അപ്പോൾ അടുത്ത മലയാളം യൂണിറ്റുമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.